ആ കുട്ടി ആ സമയത്ത് ഹോംവർക്ക് ചെയ്തോന്ന് അറിയാൻ വേണ്ടി അവൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് അവിടുന്ന് മാറുന്നു. ആ സമയത്ത് അത് സംഭവിക്കുന്നത്. ടെസ്റ്റിംഗ് നടത്തി അങ്ങോട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെ മൊട്ട ടയർ വരുന്നത്? ഇപ്പോൾ ഈ ഒരു ലോഡ് മണ്ണെടുക്കാൻ വേണ്ടി ഇവിടെ 3 ടിപ്പർ വന്നു. അതിൻ്റെ പക്ഷേ കളക്ടർ പറയുന്നു പെർമിഷൻ കൊടുത്തിട്ടില്ലെന്ന്. ഈ വണ്ടി ഓവർ സ്പീഡായിരുന്നു. ഇന്ന് രാവിലെ 7 മണിയാകുമ്പം നമ്മുടെ അമ്പലപ്പുറത്ത് മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. ഇത് പെർമിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കളക്ടർ പറയുന്നു പെർമിഷൻ കൊടുത്തിട്ടില്ലെന്ന്. അമ്പലപ്പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഈ വാഹനത്തിന് വലിയ സ്പീഡായിരുന്നു. എന്നോട് ഇതെല്ലാം പറയുന്നത് അവിടെ ആ മരിച്ച കുട്ടികളോടൊപ്പം നിന്ന കുട്ടിയാണ്. ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടി ആ സമയത്ത് ഹോംവർക്ക് ചെയ്തോന്ന് അറിയാൻ വേണ്ടി അവൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് അവിടുന്ന് മാറുന്നു. ആ സമയത്ത് അത് സംഭവിക്കുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് ഹരിലാൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരൻ കൊടുവട്ടൂരുള്ള ഉടനോട്ടം സൈഡ്. പുള്ളി നമ്മുടെ ഇവിടെ ഇങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കുക. പുള്ളി വാഹനത്തിൽ ബുള്ളറ്റ് വരിക. പുള്ളിയുടെ വാഹനത്തിലും ഇടിച്ച് തെറിപ്പിച്ച്. അതാണ് ആ ഭിത്തി വന്ന് ഇടിച്ചേക്കുന്ന സമയം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി മറിഞ്ഞ് ഈ കുട്ടികളുടെ ദേഹത്തേക്ക് വീഴുക. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ കഴുത്തിനകത്തായിരുന്നു ഇത് വന്ന് വീണത്. പിന്നെ 2 കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലാണ്. അതിൽ ഒരു കുട്ടിയെ ഇപ്പം നമ്മൾ അവരെ പിതാവ് എന്നെ വിളിച്ചിരുന്നു. പിതാവിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. പുള്ളി ബോയ്സ് ഹൈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയും നമ്മുടെ ഈശ്വര വിലാസം സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളെയും ഇപ്പം മെഡിസിറ്റി മെഡിക്കൽ കോളേജിലാണ് ഇപ്പം ലൈവായിട്ടുള്ളത്. അവർക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജാണ് അതിൽ ഒരാൾക്ക്. അദ്ദേഹത്തെ ഇപ്പം നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് മാറുകയാണ്. കൊടുക്കുന്ന സുരേഷും PC വിഷ്ണുനാഥും ബിന്ദു കൃഷ്ണ ഇപ്പോൾ അവരുടെ സംസാരിച്ചു. അവരുടെ പിതാവിനോട് സംസാരിച്ചു. മെഡിക്കൽ കോളേജിൽ ആവശ്യമായ സഹായങ്ങളും അതോടൊപ്പം തന്നെ ഇവിടുന്ന് എല്ലാ വെന്റിലേറ്റർ സഹായത്തോടു കൂടി അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങളും ഒക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, ഇതിൽ ഏത് തരത്തിലുള്ള അനാസ്ഥയാണ് ഇതിന് കാരണമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ പരസ്പരം പരിതപിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ വിഷമം പങ്കിടുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരു കാര്യം, ഇതിന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെ, ഇവിടുന്ന് അങ്ങോട്ട് തിരിയുന്ന ഇവിടെ തന്നെ ഇതിന് 2-3 മാസം മുമ്പ് ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ട്. 3 പേര് മരിച്ചു. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ട് തൊട്ടടുത്തപ്പുറത്ത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നല്ല വളവുകളുള്ള റോഡാണ്. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഒരു കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ആ കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഇത് വന്ന് ഇടിച്ച് കയറുന്നത്. അപ്പോൾ ഈ വണ്ടി ഓവർ സ്പീഡായിരുന്നു. ആരൊക്കെ അവിടെ നിന്ന് ആ കുട്ടി ഫോൺ യൂസ് ചെയ്തെന്നൊക്കെ പറയുന്നത് എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടാത്ത കാര്യമാണ്. എനിക്കത് അറിയത്തുമില്ല. പക്ഷേ ഈ ടയർ മൊട്ടയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. എന്താണ് ഇതിന് പ്രശ്നം? ഈ ടയറുകളൊക്കെ ഇതിന് CF കൊടുത്തതെന്നാണെന്നറിയാം. ഏപ്രിൽ മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെസ്റ്റിംഗ് നടത്തി അങ്ങോട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെ മൊട്ട ടയർ വരുന്നത്? അത് വരുന്നതിന് കാരണം ഈ വേറെ ഏതോ വണ്ടിയുടെ ടയർ എടുത്തിട്ട് താൽക്കാലികമായി ഈ പ്രശ്നത്തിന് പരിഹാരം. എനിക്ക് തോന്നുന്നു അതിന് തന്നെ ഒരു ഏജൻസി ഉണ്ടെന്ന് തോന്നുന്നു. ആണ് വണ്ടി ടെസ്റ്റിങ്ങിന് വേണ്ടി. ഈ വണ്ടിക്ക് 18 വർഷക്കാലം പഴക്കമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പബ്ലിക് വണ്ടി അല്ലാത്തതുകൊണ്ട് 15 വർഷത്തിനപ്പുറത്തോട്ട് യൂസ് ചെയ്യാൻ അതൊക്കെ ഉണ്ട്. ആ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ. പക്ഷേ ഇതിന് ഏപ്രിൽ മാസം ഇതിന് CF ലഭിച്ചുവെങ്കിലും ഫെബ്രുവരി തുടങ്ങിയ മാസങ്ങൾ ഇതിന് ഒരു രേഖകളും ഇല്ലാതെയാണ് ആ വണ്ടി കാണപ്പെട്ടതാണെന്നാണ് അവിടെയുള്ള വേറൊരാൾ വഴി എനിക്കറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ നടന്നത് ചവറയിൽ നിന്നാണ് ഈ വണ്ടി വന്നേക്കുന്നത്. അപ്പോൾ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മണ്ണെടുപ്പ് നടക്കുന്നത് നമ്മുടെ ഈ കിഴക്കൻ മേഖലയിലാണ്. പല സ്ഥലത്തു നിന്നും, പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയിൽ നിന്നും ആ പ്രദേശത്തു നിന്നൊക്കെ ദൈനംദിനമായി ഇഷ്ടം പോലെ ടിപ്പറുകൾ വരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 9, 8, 10 ഇപ്പോൾ വിഷ്ണു സംസാരിക്കുമ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടു. 8, 10 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് ഒക്കത്തില്ലെന്നേ. ഇന്നത്തെ ട്യൂഷന് സ്റ്റുഡൻസ് കൊച്ചുങ്ങൾ ട്യൂഷന് പോകുന്ന സമയമാണ്. ആ സമയം കൂടെ പ്രിക്വേഷൻ എടുത്തുകൊണ്ട് കുറച്ച് ദൂരം കൂടെ. അന്നേരം ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ഡോക്ടർ സന്തോഷ് ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നെൽസ, ഞാനൊരു ചാനലിൽ ഇങ്ങനെ മനോരമ ചാനലിൽ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് അതേ എന്നെ വിളിക്കുക, നെൽസ അങ്ങനെ പറഞ്ഞാൽ ഇവിടെ മണ്ണെടുപ്പ് വേണ്ടേ, നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ശരിയാണ്, നിർമ്മാണ പ്രവർത്തനം വേണം. അദ്ദേഹം പറയുന്നത് 40 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ടിപ്പർ പോകാവൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ദീർഘദൂരം ഇവിടുന്ന് പോകുന്നത് ഹൈവേ റോഡിന്. അന്നേരം 40 കിലോമീറ്റർ അതിൽ താഴെ കിലോമീറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഒരു വണ്ടി പോയി അവർക്കിത് മുതലാവത്തില്ല. അവർ എക്സസ് ആയിട്ട് മണ്ണ് അതിനകത്ത് കയറ്റുന്നു. അതുകൊണ്ടാണ് അവിടെ അത്രയും മണ്ണ് വന്നത്. ഇപ്പോൾ ഈ ഒരു ലോഡ് മണ്ണെടുക്കാൻ വേണ്ടി ഇവിടെ 3 ടിപ്പർ വന്നു. അതിൻ്റെ കാര്യം മനസ്സിലായോ? അപ്പോൾ എത്രമാത്രം ഒരു ലോഡ് എടുക്കാൻ 3 ലോഡ് വന്നു. പിന്നെ ചിലപ്പോൾ മതിലിൻ്റെ ഒക്കെ ഇച്ചിരി കൂടെ കാണും. കുട്ടി അതിനകത്ത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ സെപ്പറേറ്റ് ആയിട്ട്, കാല് സെപ്പറേറ്റ് ആയിട്ട്, ഇങ്ങനെ വയറ് പൊട്ടിയത്, കഴുത്തിൻ്റെ ഭാഗത്ത്, ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഓരോരുത്തർ അനുഭവിച്ചാൽ മരിക്കേണ്ടി വന്നത്. ഇത് ഹൃദയഭേദ്യമായ വേദന ഉളവാക്കുന്ന സംഭവമാണ്. ഇത്തരത്തിൽ ഇനി വരാതിരിക്കാൻ ആ കുട്ടി മരിച്ചു പോയനെ. അതാണ്. അപ്പോൾ ആ മരിച്ച പയ്യൻ ഇതിന് തൊട്ടടുത്ത് തന്നെ ആ രക്ഷപ്പെട്ട പയ്യൻ അവിടെ ഉണ്ട്. ഓം പ്രസാദ് എന്നാണ് കണ്ട കുഞ്ഞിൻ്റെ പേര്. അപ്പോൾ ആ പയ്യൻ അവർ രണ്ടും, പിന്നെ ഞാൻ പറഞ്ഞ നെടുമൺകാവുള്ള പയ്യൻ, പിന്നെ ഒന്ന് ബോയ്സ് ഹൈ സ്കൂളിൽ പഠിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനോടാണ്. അവർ ഇങ്ങനെ അതിനെ അതിജീവിച്ച് വരട്ടെ, അവരൊക്കെ സൗഖ്യമാക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക.